ചക്ക പഴുത്തതാണ് കേട്ടോ. ഇങ്ങനെ ചക്ക ഒരു പാത്രം നിറച്ചത്, ഒരു വലിയൊരു പാത്രം നിറച്ച് ചക്ക ഉണ്ടായിരുന്നു. അത് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ കുക്കറിൽ അങ്ങ് വേവിച്ചു. ഒറ്റ സ്റ്റീം വരുത്തിയുള്ളൂ കേട്ടോ. ഒരു സ്റ്റീം വരുത്തി കഴിഞ്ഞപ്പോൾ ഞാനത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായി അരച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് 2 ദിവസമായിട്ട് അത് ചെയ്തിട്ട്, അത് കഴിഞ്ഞിട്ട് ശർക്കര, ആവശ്യത്തിനുള്ള ശർക്കര, നമ്മുടെ മധുരത്തിനുള്ള ശർക്കര എടുത്തിട്ട് ഇടുക. എന്നിട്ട് നല്ലോണം ഒന്ന് വരട്ടി കൊടുക്കുക. അങ്ങനെ ഞാൻ ഒരു ദിവസം കൊണ്ടല്ല കേട്ടോ. അപ്പോൾ ഒരു ദിവസം കൊണ്ട് പണ്ടൊക്കെ എൻ്റെ മുത്തച്ഛനൊക്കെ ഉള്ള സമയത്ത് ഒരു ചക്ക അല്ലെങ്കിൽ 2 ചക്ക വലിയ ഉരുളിയിലാണ് ഇട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചിട്ട്, കുക്കറൊന്നുമില്ല അന്ന്, വലിയ ഓട്ടുരുളിയിലാണ് അത് വേവിച്ച് കഴിഞ്ഞിട്ട് അതിൽ തന്നെ ശർക്കര ഇട്ട് അതിൽ തന്നെ വരട്ടി ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ അത് വരട്ടിയെടുക്കും. ഇതിപ്പോൾ 3 ദിവസമായി ഇളക്കാൻ പറ്റാത്ത കാരണം, ഇത് കുറച്ചല്ലേ ഉള്ളൂ, ഇളക്കാൻ പറ്റാത്ത കാരണം ആദ്യത്തെ ദിവസം വേവിച്ചു, മിനിഞ്ഞാന്നാണ് ഞാൻ വേവിച്ചത് കേട്ടോ. അതായത് ഇന്നിപ്പോൾ ഞായറാഴ്ചയല്ലേ, വെള്ളിയാഴ്ച വേവിച്ചിട്ട് ഞാൻ ശർക്കര ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് വെച്ചു. അത് കഴിഞ്ഞ് പിന്നത്തെ ദിവസം എടുത്തിട്ടാണ് ഞാൻ മിക്സിയിൽ അരച്ചിട്ടിട്ട് ഇന്നിപ്പോൾ അതാ നെയ്യ് എടുത്തിട്ടു. ഇത്തിരി നെയ്യ്, കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നുള്ള നെയ്യ് ഞാനിപ്പോൾ ഒരു സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിട്ടിട്ട് ഇപ്പോൾ അത് നന്നായി ഇളക്കി, ഇതിൽ വെള്ളം മുഴുവൻ വറ്റി കളഞ്ഞ് നോക്കുമ്പോൾ നല്ലോണം ഇളക്കിയിട്ട് നല്ലോണം വറ്റി കഴിയുമ്പോൾ നമുക്കിത് എടുത്ത് വയ്ക്കാം. പായസം ഉണ്ടാക്കണമെങ്കിൽ പായസം വയ്ക്കാം, അല്ലെങ്കിൽ ചക്ക അട ഉണ്ടാക്കാം, അല്ലെങ്കിൽ വെറുതെ കഴിക്കാം, അതല്ലെങ്കിൽ പുട്ടിന് വേണമെങ്കിൽ കഴിക്കാം, ചപ്പാത്തിക്ക് വേണമെങ്കിൽ ജാം മാതിരി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കഴിക്കാം, എന്നിങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. കുറേ ചക്ക വേണം. എനിക്ക് മടിയായിട്ടാണ് കേട്ടോ, ചക്കേൻ്റെ കൂടെ പറിക്കാൻ മടിയാണ്. ചേട്ടൻ പറിച്ച് തന്നാലേ ഞാൻ ഇതൊക്കെ ചെയ്യുള്ളൂ. പറിച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ ബാക്കിയെല്ലാം ഞാൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊരു പുതിയ വീഡിയോ ഉണ്ട്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലൈക്ക് ഒക്കെ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് ഉപകാരമാകും. കാരണം ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ ചക്ക വരട്ടേണ്ട കാര്യമൊന്നുമില്ല. ഒരു ദിവസം, എല്ലാ ദിവസവും അടുപ്പ് ഒഴിയുമ്പോൾ ഒന്ന് വെച്ചാൽ മതി. അവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, അന്ന് അടുപ്പിലാണല്ലോ, നല്ല കനലുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം ഇതേമാതിരി ശർക്കരയൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നത്തെ ദിവസം ആ അടുപ്പിൽ അങ്ങനെ വയ്ക്കും. എന്നിട്ട് ആരെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോൾ ഒന്നിങ്ങനെ ഇളക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ആളവിടുന്ന് പോവും. പിന്നെ വേറെ വല്ലവരും വന്ന് ഒന്നങ്ങനെ ഇളക്കും. അപ്പോൾ ആളും അത് കഴിഞ്ഞ് പോവും. പിന്നെ അത് ഇങ്ങനെ കനൽ കെട്ട് കഴിയുമ്പോൾ അത് അടച്ചു വയ്ക്കും. ചൂടാറി കഴിയുമ്പോൾ പിന്നത്തെ ദിവസവും ഇതേമാതിരി അടുപ്പ് കഴിയുമ്പോൾ അതിലേക്ക് വയ്ക്കും. അങ്ങനെ ഓരോ ആഴ്ച കൊണ്ടാണ് അവിടെയൊക്കെ വരട്ടുന്നത്. അത് കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ഇത് ചെയ്യുമോ, ചക്ക വരട്ടാൻ ഭയങ്കര പാടാന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഇങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പം ഈ കൂടുതൽ ഈസിയാണ്, കാരണം നമ്മൾ മിക്സിയിലടിക്കണ കാരണം പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. അപ്പോൾ നന്നായിട്ട് മിക്സിയിൽ അങ്ങ് അടിച്ച് കഴിഞ്ഞ് നല്ല സ്മൂത്തായിട്ട് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് ഇട്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്തത് അത് കേട്ടോ. എന്നിട്ട് നമ്മൾ ശർക്കര ആവശ്യത്തിന് ഇടുക. ശർക്കര ആദ്യം ഇട്ടു, വേവിക്കുമ്പോൾ ഇട്ടില്ല കേട്ടോ. വേവിക്കുമ്പോൾ വെറുതെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വെറും ചക്ക മാത്രമാണ് വേവിച്ചത്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഇത് കാണാമല്ലോ. അപ്പോൾ അവർക്കും ഇതുപോലെ എളുപ്പം ചക്ക വരട്ടാൻ എന്തൊരു പാടായോ, ഇതെങ്ങനെ ഞാനിത് ഇത്രയും വരട്ടി ഉണ്ടാക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. ഒരാഴ്ച കൊണ്ട് വരട്ടിയാലും മതി. പക്ഷേ എന്നും ഇളക്കാൻ മറക്കരുത് കേട്ടോ. കുറച്ച് നേരമെങ്കിലും, ഒരു 5 മിനിറ്റെങ്കിലും എന്നും നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഇതേമാതിരി ഒന്ന് ഇളക്കണം. ഞാനിതിപ്പോൾ വെച്ചല്ലേ ഉള്ളൂ. ഇനി ഞാനിത് ഓഫ് ചെയ്യാൻ പോകുക. ഇനി നാളെ ഞാൻ ഇളക്കുള്ളൂ. ഇനി നാളെ അങ്ങനെ നല്ല കട്ടയായിട്ട് കിട്ടണം. അപ്പോൾ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. ഇതിരിക്കില്ല, ഇത് കുറച്ചേ ഉള്ളൂ, അത് തന്നെ ഇരിക്കില്ല. എനിക്ക് കുറേ ചക്ക ഇനി നിൽക്കുന്നുണ്ട്. അത് ഇട്ടിട്ട് വേണം എനിക്കൊരു ചക്ക വരട്ടിയെടുക്കാൻ. ഇതുപോലെ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇപ്പോഴാണ് ആയത്. അത് കൊള്ളാം.